ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഫലവും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കവും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. കൊച്ചിയിൽ രാവിലെ 9 ആരംഭിച്ച ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം രാത്രി 9 വരെ നീളും. ഉപതെരഞ്ഞെടുപ്പ് ഫലം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കം, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ സംസ്ഥാനത്തെ നടത്തിപ്പ്, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന പോരായ്മകളും അതിനെതിരായ സമരപരിപാടികളും തുടങ്ങി സമഗ്രമായ ചർച്ചയാകും കോർ കമ്മിറ്റിയിൽ ഉണ്ടാവുക. യോഗത്തിൽ എല്ലാ വിഷയങ്ങളും ചർച്ചയാകുമെന്ന് എം.ടി. രമേശ് പറഞ്ഞു. അത് ചർച്ച ഉണ്ടാവും, സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. പ്രൊസീജിയർ ഉണ്ട് പാർട്ടിക്കകത്ത്. ഇപ്പൊ തൽക്കാലം സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തനം മികച്ചതെന്ന് സംസ്ഥാന പ്രഭാരി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും പാർട്ടി ഒറ്റക്കെട്ടാണെന്നും വിഭാഗീയതയുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ജോലിക്കാരെ പോലെ പ്രവർത്തിക്കുക. അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ സഹായം വേണം. ഞങ്ങൾ ജോലിക്കാരെ പോലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങും. ഞങ്ങൾ മണിക്കൂറുകൾ, ആഴ്ചകൾ, വർഷങ്ങൾ ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപം തന്നെയാണ് ഞങ്ങളുടെ ഓരോ വ്യക്തികളുടെയും അസറ്റ്. വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പ്രഭാരി തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും വീണ്ടും എന്തിനാണ് ഇത്ര ടെൻഷൻ? ബി.ജെ.പി. സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി MP, സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ, മുൻ അധ്യക്ഷന്മാരായ വി. മുരളീധരൻ, P.K. കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, ജനറൽ സെക്രട്ടറിമാർ, കോർ കമ്മിറ്റി അംഗങ്ങളായ ഉപാധ്യക്ഷന്മാർ, മറ്റ് ക്ഷണിതാക്കൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ജനം, കൊച്ചി.